28 കൊല്ലം നീണ്ടു നിന്ന തൃണമൂൽ കോൺഗ്രസിന്റെ യാത്ര അവസാനിച്ചിരിക്കുന്നു. അതായത് മമതാ ബാനർജി 1998 സ്ഥാപിച്ച തൃണമൂൽ കോൺഗ്രസ് 15 കൊല്ലത്തെ ഭരണത്തിന് ശേഷം അവർ 2011 ഭരണത്തിലേറി 2026 ഭരണത്തിൽ നിന്നും താഴെ ഇറങ്ങുമ്പോൾ വെണ്ണീറായി മാറുന്ന സാഹചര്യം. 80 സീറ്റുമായി പ്രതിപക്ഷത്ത് ഇരിക്കാൻ പോലും മമതയ്ക്ക് കഴിയുന്നില്ല. കാരണം മമത തോറ്റമ്പി. പകരം മമത നിർദ്ദേശിച്ച പ്രതിപക്ഷ നേതാവ് സ്ഥാനം അത് കൃത്യമായി മമതാ ബാനർജി അടക്കമുള്ളവർ അതിനെ തട്ടിത്തെറിപ്പിച്ചു. പ്രതിപക്ഷ MLA-മാർ കൃത്യമായി പാർട്ടിയെ പുലർത്തിയെടുത്തു. മമതയുടെ കൂടെ നാമമാത്രമായ MLA-മാർ മാത്രമാണുള്ളത്. 8 9 MLA-മാരെ വെച്ച് മമത ഇനി എന്ത് കാട്ടിക്കൂട്ടാനാണ്? അതായത് സ്വന്തം ബന്ധുവായിട്ടുള്ള മമത ഇനി ഏറ്റവും കൂടുതൽ പ്രൊജക്ട് ചെയ്യാൻ പോകുന്ന അഭിഷേക് ബാനർജി BJP-യുടെ ഏറ്റവും വലിയ കുരുക്കിൽപ്പെട്ടിരിക്കുന്നു. EDയും BJP-യും കൂടെ ചേർന്ന് എങ്ങനെയാണ് ഒരാളെ ഒതുക്കുന്നത് നമുക്കറിയാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മമതാ ബാനർജിയുടെ കിരാത ഭരണത്തിൽ കോൺഗ്രസും CPIM-ഉം ഒക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ്. ഇപ്പോ തൃണമൂൽ കോൺഗ്രസ് പിടിച്ചെടുത്ത പല പാർട്ടി ഓഫീസുകളും CPIM തിരിച്ചു പിടിക്കും. BJP-ക്കെതിരെ കോൺഗ്രസിനും CPIM-നും ഒരുപോലെ തന്നെ പൊരുതാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ ഏകാധിപത്യ രാഷ്ട്രീയം അവസാനിച്ചിരിക്കുകയാണ്. നോക്കൂ, തൃണമൂൽ കോൺഗ്രസിനകത്ത് ഇത്രയും ഒരു വിള്ളൽ ഉണ്ടാകും. പാർട്ടി പിളരുന്നു. പാർട്ടിയുടെ പേര് തന്നെ, നാമം തന്നെ തകരുകയാണ്. പുല്ലും പൂവും ഒക്കെ പിച്ചു ചീന്തി കളയുന്ന സാഹചര്യത്തിലേക്ക് തൃണമൂൽ കോൺഗ്രസ് പരിപൂർണമായി അസ്തമിച്ചിരിക്കുന്നു. ഈ അടുത്ത് നമുക്കറിയാം, ഡയമണ്ട് ഹാർബർ എന്ന ലോക്സഭാ മണ്ഡലത്തിനകത്ത് കീഴിൽ വരുന്ന ഫാൽട്ട എന്ന അസംബ്ലി മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ BJP സ്ഥാനാർത്ഥി ജയിച്ചത് 1,09,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. അവിടെ 2ാം സ്ഥാനത്ത് എത്തിയ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 45,000 വോട്ടുകൾ. അത് CPIM സ്ഥാനാർത്ഥിയാണ്. തൃണമൂൽ സ്ഥാനാർത്ഥിക്ക് 8,000 വോട്ടുമായി 4ാം സ്ഥാനത്ത് നിൽക്കേണ്ടി വന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് ഫാൽട്ട എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം. 7 ലക്ഷം വോട്ടിന്റെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് അഭിഷേക് ബാനർജി ഡയമണ്ട് ഹാർബറിൽ ജയിച്ചത് എന്ന് നമ്മൾ ഓർക്കണം. 29 ലോക്സഭാ MP-മാർ തൃണമൂൽ കോൺഗ്രസിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. എന്നിട്ടാണ് ഈ അധപ്പതനം. കൃത്യമായി പറഞ്ഞാൽ ന്യൂനപക്ഷ നേതാക്കളെല്ലാം കോൺഗ്രസിലേക്കും പഴയ CPIM-ലേക്കും അണിചേരുന്ന ഒരു രാഷ്ട്രീയമാണ്. CPIM പഴയ കാണുന്ന മാടമ്പികളുടെയും അധപ്പതിച്ച കമ്മ്യൂണിസ്റ്റുകാരുടെയും രാഷ്ട്രീയ പാർട്ടിയായിട്ടല്ല. ഇന്ന് കുറച്ച് യുവജനങ്ങൾ അവിടെ കൃത്യമായി പോരാട്ടം നടത്തുന്നു. മമതയ്ക്കെതിരെ, ദുഷ്ഭരണത്തിനെതിരെ ഉള്ള പോരാട്ടം. അത് ഒരു പുതിയ പ്രതിപക്ഷത്തിന്റെ ഉദയമാണ് എന്ന് കണക്കാക്കേണ്ടി വരും.